പിങ്ക് നിറത്തിലുള്ള സൽവാറിൽ മെലിഞ്ഞ് സുന്ദരിയായ നടി സരിത, മകൻ ശ്രാവൺ മുകേഷ് അഭിനയിക്കുന്ന സുമതി വളവിന്റെ ലൊക്കേഷനിലെത്തിയ നടിയുടെ ചിത്രം ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ്. ഒരു കാലത്ത് നായികയായി വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്ന നടിയായിരുന്നു സരിത. അഭിനയമെല്ലാം ഉപേക്ഷിച്ച് പ്രതീക്ഷയോടെയാണ് നടൻ മുകേഷിനൊപ്പമുള്ള ജീവിതം സരിത ആസ്വദിച്ചു തുടങ്ങിയത്. എന്നാൽ നടിക്ക് പറ്റിയത് വലിയൊരു തെറ്റായിരുന്നു. ഗർഭിണിയായിരുന്നപ്പോൾ പോലും നടനിൽ നിന്നും വലിയ പീഡനങ്ങളാണ് തനിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നതെന്ന് ഒരിക്കൽ സരിത പറഞ്ഞിരുന്നു. ഒടുക്കം ഗത്യന്തരമില്ലാതെ ഡിവോഴ്സ് വാങ്ങി 2 മക്കളെയും കൂട്ടി രക്ഷപ്പെട്ട നടി ഇപ്പോൾ ഗൾഫിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. 2 ആൺമക്കളെയും നല്ല രീതിയിൽ പഠിപ്പിക്കുകയും ഒരാൾ അഭിനേതാവോ ഡോക്ടറുമൊക്കെയായി. എന്നാൽ ഇപ്പോഴിതാ നടിയുടെ ഏറ്റവും പുതിയ ചിത്രങ്ങളാണ് ശ്രദ്ധ നേടുന്നത്. ഒട്ടുമിക്ക തെന്നിന്ത്യൻ ഭാഷകളിലും സൂപ്പർ താരങ്ങൾക്കൊപ്പം അഭിനയിച്ചിട്ടുള്ള സരിത വിവാഹത്തിന് മുമ്പ് വരെ ഒരു നല്ല ശരീരപ്രകൃതി കാത്തു സൂക്ഷിച്ചിരുന്നു. എന്നാൽ മുകേഷുമായുള്ള വിവാഹത്തോടെ മക്കൾ കൂടി ജനിക്കുകയും ചെയ്തതോടെ രൂപത്തിൽ വലിയ മാറ്റങ്ങളും വന്നിരുന്നു. അടുത്ത കാലം വരേക്കും വലിയ മാറ്റങ്ങളൊന്നും നടിക്ക് സംഭവിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിലും സജീവമായി തുടങ്ങിയ സരിതയുടെ ശരീരപ്രകൃതിയിൽ വലിയ വ്യത്യാസമാണ് ഉണ്ടായിരിക്കുന്നത്. മകൻ ശ്രാവൺ മുകേഷിന്റെ സുമതി വളവ് എന്ന പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ മകനൊപ്പം എത്തിയ അമ്മയുടെ ചിത്രമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. കൃത്യമായ ഡയറ്റ് പ്ലാനിലൂടെ നടിക്ക് വന്നിരിക്കുന്ന രൂപമാറ്റം ഞെട്ടിക്കുന്നതാണ്. പിങ്ക് ഗോൾഡൻ സൽവാറിൽ അതിസുന്ദരിയായ നടിയെയാണ് മകനൊപ്പമുള്ള ചിത്രത്തിൽ കാണാൻ സാധിക്കുക. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നടി അനശ്വര രാജനൊപ്പം പകർത്തിയ ചിത്രത്തിലും ഈ മാറ്റം കാണാൻ സാധിക്കുന്നതാണ്. അന്നൊരു അവാർഡ് നൈറ്റിൽ പങ്കെടുക്കാനായിരുന്നു സരിത എത്തിയത്. നേരത്തെ സ്ഥിരമായി സാരിയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന സരിത ഇപ്പോൾ സൽവാർ ധരിക്കുന്ന തരത്തിലേക്ക് രൂപമാറ്റം വരുത്തിയിരിക്കുകയാണ്. 64-ാം വയസ്സിലാണ് ഈ രൂപമാറ്റം എന്നതാണ് ആരാധകരെയും അത്ഭുതപ്പെടുത്തുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം സരിത വീണ്ടും അഭിനയത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തിരുന്നു. ശിവകാർത്തികേയൻ നായകനായി അഭിനയിച്ച മാവീരൻ എന്ന സിനിമയിലെ ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ സരിതയുടെ തിരിച്ചുവരവ്. കാതോട് കാതോരം, കുട്ടേട്ടൻ, സംഘം തുടങ്ങിയ സിനിമകളിലൂടെ മലയാളികളുടെ ഇഷ്ടനായികമാരിൽ ഒരാളായി മാറിയ നടിയായിരുന്നു സരിത. ജന്മം കൊണ്ട് ആന്ധ്ര സ്വദേശിയാണെങ്കിലും തമിഴ് ഇൻഡസ്ട്രിയിൽ വേരുറപ്പിച്ച താരം കൂടിയായിരുന്നു സരിത. കന്നഡ, മലയാളം, തെലുങ്ക് തുടങ്ങിയ ഭാഷകളിലും തന്റേതായ ഇടം നടി കണ്ടെത്തി. 4 ഭാഷകളിലായി 500-ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള സരിത അഭിനയത്തിന് പുറമെ പ്രമുഖ ദക്ഷിണേന്ത്യൻ നായികമാരുടെ സ്വരമായും സിനിമകളിൽ തിളങ്ങിയിരുന്നു. വിജയശാന്തി, രമ്യ കൃഷ്ണൻ, മീന, സുഹാസിനി, നഗ്മ, സൗന്ദര്യ തുടങ്ങിയ പ്രമുഖ നായികമാർക്ക് വേണ്ടി കൂടുതൽ സിനിമകളിലും ഡബ്ബ് ചെയ്തിരിക്കുന്നത് സരിതയാണ്. മികച്ച നടിക്കുള്ള തമിഴ്, തെലുങ്ക്, കന്നഡ ഇൻഡസ്ട്രികളിലെ അവാർഡുകൾ നേടിയിട്ടുള്ള സരിത മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള പുരസ്കാരവും പലതവണ നേടിയിട്ടുണ്ട്. അമ്മക്കിളിക്കൂട് എന്ന സിനിമയിലാണ് മലയാളത്തിൽ സരിത അവസാനമായി അഭിനയിച്ചത്. മലയാള സിനിമാ ലോകം വലിയ ആഘോഷമാക്കിയ വിവാഹമായിരുന്നു അഭിനേതാക്കളായ മുകേഷിന്റെയും സരിതയുടെയും. ഭർത്താവിനേക്കാൾ ഏറെ താരമൂല്യമുള്ള അഭിനേത്രിയായിരുന്നു 1987 കാലഘട്ടത്തിൽ സരിത. എന്നാൽ വിവാഹശേഷം തുടർച്ചയായി സിനിമകൾ ചെയ്യുന്നത് ഒഴിവാക്കി കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. തമിഴിലും കന്നഡയിലും മലയാളത്തിലുമായി അന്ന് സരിത തിളങ്ങി നിൽക്കുന്ന കാലമായിരുന്നു. കമൽഹാസനുമായി ഒന്നിച്ചഭിനയിച്ച സരിത അതിവേഗമാണ് മലയാളികളുടെ പ്രിയപ്പെട്ട നായികയായി മാറിയത്. പിന്നീട് നടൻ മുകേഷുമായും പ്രണയത്തിലാണെന്ന് അറിഞ്ഞതോടെ സരിതയുമായി ബന്ധപ്പെട്ട വാർത്തകൾ മലയാളികളുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി. സിനിമയിൽ സജീവമാകുന്നതിന് മുമ്പ് തന്നെ വിവാഹം കഴിച്ച താരമാണ് സരിത. 16 വയസ്സുള്ളപ്പോഴാണ് സരിതയുടെ ആദ്യ വിവാഹം നടക്കുന്നത്. തെലുങ്ക് നടനായ വെങ്കട സുബ്ബയ്യായിരുന്നു സരിതയുടെ ആദ്യ ഭർത്താവ്. ഈ ദാമ്പത്യത്തിന് വെറും 6 മാസത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അഭിപ്രായ ഭിന്നതയെ തുടർന്ന് വെങ്കട സുബ്ബയ്യയും സരിതയും വേർപിരിഞ്ഞിരുന്നു. ആദ്യ വിവാഹബന്ധം തകർന്ന് സരിതയെ മാനസികമായി ഏറെ തളർത്തിയിരുന്നു. ഈ മാനസിക ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷ നേടാൻ സരിത സിനിമയിൽ വളരെ സജീവമായി തുടങ്ങി. 80കളുടെ തുടക്കത്തിലാണ് മുകേഷ് സിനിമയിലെത്തുന്നത്. 1982-ൽ ബലൂൺ എന്ന സിനിമയിൽ മുകേഷ് നായകനായി. പിന്നീട് മോഹൻലാലിനൊപ്പം നിരവധി ഹിറ്റ് സിനിമകളുടെ ഭാഗമായി. PC 369 എന്ന സിനിമയിലൂടെയാണ് മുകേഷും സരിതയും തമ്മിൽ അടുപ്പത്തിലാകുന്നത്. ആദ്യമൊക്കെ ഇരുവരും തമ്മിൽ നല്ല സൗഹൃദമായിരുന്നു. പിന്നീട് അത് കടുത്ത പ്രണയമായി മാറി. തനിയാവർത്തനം എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ ഭാര്യയായി സരിതയും മമ്മൂട്ടിയുടെ അനിയനായി മുകേഷും ഒന്നിച്ചഭിനയിച്ചിരുന്നു. ഈ സിനിമയുടെ സെറ്റിലാണ് മുകേഷും സരിതയുമായുള്ള പ്രണയം തീവ്രതയിലേക്ക് എത്തുന്നത്. മമ്മൂട്ടിയും ഈ പ്രണയത്തിന് സാക്ഷിയാണ്. ഒടുവിൽ മുകേഷ് സരിതയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ഇരുവരുടെയും പ്രണയം, വിവാഹം തെന്നിന്ത്യൻ സിനിമാ ലോകം വലിയ ആഘോഷമാക്കി. മുകേഷിനെ വിവാഹം ചെയ്തതോടെ സരിത അഭിനയം നിർത്തി കുടുംബജീവിതത്തിലേക്ക് കടന്നു. പക്ഷേ സന്തോഷം നിറഞ്ഞ ദാമ്പത്യ ജീവിതം പ്രതീക്ഷിച്ചു പോയ സരിതയ്ക്ക് മുകേഷിനൊപ്പമുള്ള ജീവിതം വേദനകൾ നിറഞ്ഞതായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് സരിത താൻ അനുഭവിച്ച ദുരിതങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ മലയാളികൾ അമ്പരന്നു. അത്രത്തോളം ക്രൂരമായിട്ടാണ് ഭർത്താവ് മുകേഷ് തന്നോട് പെരുമാറിയതെന്നാണ് സരിത പറഞ്ഞിരുന്നത്.